നിങ്ങളിപ്പോൾ ആരാധിക്കുന്ന ഇഷ്ടദേവതകൾക്ക് ആദ്യം രൂപങ്ങളോ ഭാവങ്ങളോ ഉണ്ടായിരുന്നില്ല. പകരം ഒരു സിമ്പിൾ എനർജി ആയിട്ട് യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പ്രകൃതിയിലെ ഫോഴ്സുകൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഫോഴ്സുകൾ, ദ ഫോഴ്സസ് ഓഫ് നേച്ചർ ആൻഡ് ദ ഫോഴ്സസ് ഓഫ് യൂണിവേഴ്സ്, ഇങ്ങനെയാണ് വേദത്തിൽ റെഫർ ചെയ്തിരിക്കുന്നത്. പിന്നീട് ഈ വേദകാലഘട്ടം അവസാനിക്കാറായപ്പോഴാണ് ഉപനിഷത്ത് ആരംഭിച്ചത്. ഈ ഉപനിഷത്തിലാണ് എല്ലാ ദേവതകൾക്കും രൂപങ്ങളും ഭാവങ്ങളും അവരുടെ ഓരോരോ സ്വഭാവങ്ങളും എടുത്ത് പറയാൻ ആരംഭിച്ചത്. സോ ഇവിടെ ഋഷികൾ എന്തോ സ്പെസിഫിക് ആയിട്ട് ചെയ്തു. ആദ്യം എനർജി ആയിട്ട് മാത്രം അവർ മനസ്സിലാക്കിയ, പെർസീവ് ചെയ്ത ഇത്തരം ദേവതകളെ അവരെന്തോ ചെയ്തതുകൊണ്ട് അവരുടെ രൂപങ്ങളും ഭാവങ്ങളും സ്വഭാവങ്ങൾ വരെ അവർക്കറിയാനും മനസ്സിലാക്കാനും പറ്റി. എം ടി ആയിട്ട് നിലനിന്ന ഒരു എനർജി ആദ്യമായിട്ട് ഒരു രൂപമെടുത്ത് ജീവനോടെ അവരുടെ മുമ്പിൽ പ്രത്യക്ഷമാവാൻ ആരംഭിച്ചു. ഇതിനു ശേഷമാണ് പുരാണങ്ങൾ വരെ ഉണ്ടായത്. സോ എന്താണ് ഋഷികൾ ചെയ്തത്? എങ്ങനെയാണ് ഇങ്ങനെ എം ടി ആയി നിലനിൽക്കുന്ന ദേവതകളുടെ ഊർജങ്ങളെ ഒരു രൂപമായിട്ട് നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുത്താൻ സാധിക്കും? അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയി പറയുകയാണെങ്കിൽ, എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടദേവതകളെ കാണാൻ സാധിക്കുക? വാട്ട് ഈസ് ദ റിയൽ സീക്രട്ട്? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു, എല്ലാ ദേവതകൾക്കും യുണീക്ക് ആയിട്ടുള്ള എനർജി ഉണ്ടാവും. ഒരു ദേവത ഒരിക്കലും മറ്റു ദേവതയെ പോലെ ഈക്വൽ ആയിരിക്കില്ല. യുണീക്ക് എനർജി ആയിരിക്കും, യുണീക്ക് ഫ്രീക്വൻസി ആയിരിക്കും, ധാരാളം വേരിയേഷൻസ് ഉണ്ടാവും. ആൻഡ് എവിടെയൊക്കെ എനർജി ഉണ്ടോ അവിടെയൊക്കെ വൈബ്രേഷൻ ഉണ്ട്. ഒരിക്കലും രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. മോഡേൺ സയൻസ് എടുത്ത് നോക്കിയാലും സ്പിരിച്വൽ സയൻസ് എടുത്ത് നോക്കിയാലും എല്ലാത്തിലും ഇത് സെയിം ആയിട്ട് തന്നെയാണ് പറയുന്നത്. എനർജി ഉണ്ടോ അവിടെ എന്തായാലും വൈബ്രേഷൻ ഉണ്ട്, തരംഗങ്ങളുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കാൻ നോക്കുക. എവിടെയൊക്കെ വൈബ്രേഷൻ ഉണ്ടോ അവിടെ എന്തായാലും സൗണ്ട് ഉണ്ടാവും, ശബ്ദങ്ങൾ ഉണ്ടാവും, അല്ലേ? ഒരിക്കലും ശബ്ദം എന്ന് പറയുന്നത് വൈബ്രേഷന് ഡിഫറൻ്റ് അല്ല. വൈബ്രേഷൻ ഉണ്ടെങ്കിൽ ശബ്ദമുണ്ട്, ശബ്ദമുണ്ടെങ്കിൽ വൈബ്രേഷൻ ഉണ്ട്. ആൻഡ് എവിടെയൊക്കെ ശബ്ദമുണ്ടോ അവിടെ തീർച്ചയായും ഒരു രൂപമുണ്ടാവും, ഒരു ഫോം ഉണ്ടാവും. സൗണ്ട് ഉണ്ടെങ്കിൽ ദർ ഈസ് എ ഫോം, അതും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഋഷികളുടെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ, അവരാദ്യമായിട്ട് ഒരു എനർജി ഉണ്ടെന്ന് മനസ്സിലാക്കി, പ്രകൃതിയിൽ പല എനർജികൾ ഉണ്ടെന്ന് മനസ്സിലാക്കി. അതുപോലെ കോസ്മിക് ഫോഴ്സുകളിൽ പല നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വളരെ യുണീക്ക് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു. ഈ എനർജികളിൽ ഒരുപാട് ധ്യാനിക്കാനും തപസ് ചെയ്യാനും ആരംഭിച്ചപ്പോൾ അതിനൊരു വൈബ്രേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി. ആ വൈബ്രേഷൻ ഒരു സൗണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കി. ആ സൗണ്ടിൻ്റെയാണ് മന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ആ മന്ത്രത്തെ അവർ തുടർച്ചയായി ഉപയോഗിക്കാൻ ആരംഭിച്ചപ്പോഴാണ് ആ മന്ത്രത്തിലൂടെ ഒരു രൂപം പ്രത്യക്ഷമായത്. അതാണ് ദേവതയുടെ ദർശനം. ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുക്കുക, മെറ്റൽ ഗ്ലാസ്, അതിൽ വെള്ളം നിറയ്ക്കുക, എന്നിട്ട് സ്പൂൺ എടുത്തിട്ട് ഗ്ലാസ്സിനെ ഒന്ന് ടച്ച് ചെയ്യുക, ഒന്ന് ബീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വെള്ളത്തിൽ അതിൻ്റെ രൂപം കാണാൻ സാധിക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങളൊരു സ്പൂൺ ഉപയോഗിച്ച് മെറ്റലിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ആവുന്നുണ്ട്, അല്ലേ? ആ വൈബ്രേഷൻ എന്തായാലും എന്തുണ്ടാവും? സൗണ്ട് ഉണ്ടാവും. നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ആ സൗണ്ടിൻ്റെ രൂപം, അതിൻ്റെ ഫോം നിങ്ങൾക്ക് വെള്ളത്തിൽ വേവുകളായിട്ട് കാണാൻ സാധിക്കും, തരംഗങ്ങളായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ തന്നെ സൗണ്ട് ഉണ്ട്, വൈബ്രേഷൻ ഉണ്ട്, ഫോം ഉണ്ട്. അതായത് ഒരു എനർജിയുടെ വൈബ്രേഷൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആ സൗണ്ടിൽ ഒരുപാട് ധ്യാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സൗണ്ടിനെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നിങ്ങൾ പെർസീവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സൗണ്ടിൻ്റെ രൂപം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിനെ പെർസീവ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ദേവതാ ദർശനം. ഇങ്ങനെയാണ് പ്രകൃതിയിലുള്ള എല്ലാ ശക്തികളുടെയും സൗണ്ട് അവർ മനസ്സിലാക്കി അതിൻ്റെ മന്ത്രം കണ്ടുപിടിച്ച് അതവർ ചാൻറ്റ് ചെയ്യാൻ ആരംഭിച്ചു. അതിൻ്റെ പെർസെപ്ഷൻ നന്നായിട്ട് ഡീപ്പാവാൻ തുടങ്ങിയപ്പോൾ പ്രകൃതിയുടെ രൂപങ്ങൾ അവർ കാണാൻ തുടങ്ങി. ഇതേപോലെ കോസ്മിക്കായിട്ടും ഫോഴ്സുകളുണ്ട്, പ്രപഞ്ചത്തിലെയും ഒരുപാട് ശക്തികളുണ്ട്. ഈ ശക്തികളുടെ സൗണ്ട് എന്താണ് കണ്ടുപിടിച്ചു, അതിൻ്റെ വൈബ്രേഷൻ മീൻസ് അതിൻ്റെ മന്ത്രം എന്താണ് കണ്ടുപിടിച്ചു, അതിനെ ഒരുപാട് ചാൻറ്റ് ചെയ്തു, അതിലേക്ക് പെർസെപ്ഷൻ ഫോക്കസ് ഒരുപാട് കൊടുത്തു. നൗ ദേവതകളുടെ ദർശനം അവർക്ക് കിട്ടി. അങ്ങനെ അവരെ ഒരുപാട് എനർജികൾ അവർ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിന്ദുവിസത്തിൽ പല തരത്തിലുള്ള ശക്തികൾക്ക് ദേവത രൂപങ്ങൾ വന്നത്. ആദ്യം അതാ ഞാൻ പറഞ്ഞത്, അവർക്ക് രൂപങ്ങൾ ഉണ്ടായിരുന്നില്ല, അവരുണ്ടായിരുന്നു, എനർജികൾ ഉണ്ടായിരുന്നു. ആ എനർജിയുടെ രൂപം ഫൈനലി വന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോസസ്സിങ്ങിലൂടെയാണ്. മന്ത്രം ഉപയോഗിച്ച് അതിനെ ആഴത്തിൽ പെർസീവ് ചെയ്തത് കൊണ്ട് മാത്രമാണ്
അദൃശ്യമായിട്ട് എംപ്റ്റി ആയിട്ട് നിന്ന ശക്തികളെ അവർക്ക് രൂപത്തോടെ വിഷ്വലി അവരുടെ മനസ്സിലും പുറത്തും പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റിയത്. നൗ പ്രോസസ്സ് നമുക്ക് മനസ്സിലായി. എങ്ങനെ ഒരു ദേവതയുടെ എനർജി എടുത്ത് എങ്ങനെ രൂപമായിട്ട് കാണണം എന്ന പ്രോസസ്സ് മനസ്സിലായി. ഇനി ഇഷ്ടദേവത എന്ന് വന്നു കഴിഞ്ഞാൽ ഈ പ്രോസസ്സിന് കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഞാനൊരു എക്സാമ്പിൾ ഇപ്പോൾ നടക്കുന്ന സിറ്റുവേഷൻ പറയാം. എല്ലാവർക്കും ഇഷ്ടദേവതകളുണ്ട്. ചിലർക്ക് കൃഷ്ണനായിരിക്കും, ചിലർക്ക് മുരുകനായിരിക്കും, ചിലർക്ക് ശിവനായിരിക്കും. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. പക്ഷെ ഇവിടെ പലരും വിട്ടുപോകുന്നൊരു കാര്യം, ഈ ഇഷ്ടദേവതയ്ക്ക് തന്നെ ഒരുപാട് രൂപങ്ങളുണ്ട് അല്ലേ? ഒരുപാട് രൂപങ്ങളുണ്ട്, ഒരുപാട് ഭാവങ്ങളുണ്ട്. ഓരോന്നിനും ഓരോ ക്വാളിറ്റിയാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് പല ഭാവങ്ങളുണ്ട്. നാരായണൻ എന്ന് പറഞ്ഞാൽ തന്നെ ആ ദേവതയ്ക്ക് പല ഭാവങ്ങളുണ്ട്. ഈ ഭാവങ്ങൾ മാറുമ്പോൾ എന്ത് മാറും? രൂപങ്ങൾ മാറും. രൂപങ്ങൾ മാറുമ്പോൾ എന്ത് മാറും? മന്ത്രങ്ങൾ മാറും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആരെയാ ഇഷ്ടം? കൃഷ്ണനാണ് ഇഷ്ടം. ഞാൻ ഈ മന്ത്രം ഇത്രയും ജപിക്കുന്നു, പക്ഷെ റിസൾട്ട് കാണുന്നില്ല, എനിക്ക് ബോണ്ടാവാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതിനുള്ള പ്രധാന കാരണം ഇതാണ്. യു ഹാവ് ടു ബി വെരി വെരി സ്പെസിഫിക്. ഒരു ദേവതയാണെങ്കിൽ പോലും, ഒരു സിംഗിൾ എനർജി ആണെങ്കിൽ പോലും അതിന് പല രൂപങ്ങളുണ്ടെന്ന് മനസ്സിലാക്കൂ, പല ക്വാളിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കൂ. ആ ക്വാളിറ്റീസ് മാറുന്നതനുസരിച്ച് അവരുടെ മന്ത്രങ്ങളിൽ വ്യത്യാസം വരും. അപ്പോൾ എനിക്ക് ഇന്ന രൂപത്തിലേക്ക് എത്തണമെന്ന് പറഞ്ഞ് നിങ്ങളൊരു ജനറൽ മന്ത്രം എടുത്ത് ചാൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ഭക്തി ഡെഫിനറ്റ്ലി നടക്കും, ഒരു ക്ലോസ്നെസ് സംഭവിക്കും, ദേവതയോട് ഒരു അടുപ്പം ഉണ്ടാവും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം, ആ ഒരു വിഷൻ, അവരെ പെർസീവ് ചെയ്യാനുള്ള ശക്തി, അവരെ അനുഭവിക്കാനുള്ള ശക്തി, അതൊരിക്കലും നമുക്ക് കറക്റ്റായിട്ട് ലഭിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇഷ്ടദേവത ആരാണെങ്കിലും ആ ഇഷ്ടദേവതയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബോണ്ടാക്കാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ അടുക്കാൻ നിങ്ങൾ അനുവദിക്കുന്ന, അതായത് അനാഹത വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമോഷൻസ് സറണ്ടർ ചെയ്യാൻ പറ്റുന്ന രൂപം ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്ന, അട്രാക്ഷൻ തോന്നുന്ന ആ ദേവതയുടെ രൂപം അല്ലെങ്കിൽ ക്വാളിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇപ്പോൾ ശിവനെ എടുത്ത് പറയുകയാണെങ്കിൽ അവിടെ തന്നെ ഭൈരവനുണ്ട്, രുദ്രനുണ്ട്, ഭൈരവനിൽ തന്നെ അഷ്ടഭൈരവന്മാരുണ്ട്. അങ്ങനെ അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്ലോസ്നെസ് ഉള്ളതിനെ കണ്ടുപിടിക്കുക. അതിൻ്റെ മന്ത്രമാണ് നിങ്ങൾ ജപത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഋഷികൾ എങ്ങനെയാണോ ഒരു സൗണ്ട് ഉപയോഗിച്ച് കണ്ടിന്യൂസ്ലി ചാൻറ്റ് ചെയ്ത് അതിൻ്റെ വിഷൻ ലഭിച്ചത്, അതേ പ്രോസസ്സ് തന്നെയാണ് നിങ്ങളും ചെയ്യേണ്ടത്. പക്ഷെ ആ മന്ത്രം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ആ ഇഷ്ടദേവതയുടെ ഏത് രൂപത്തോടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബോണ്ടിങ് ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. ആ രൂപത്തിൻ്റെ മന്ത്രം മാത്രമേ നിങ്ങൾ എടുത്ത് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് വൺസ് നിങ്ങൾ ആ മന്ത്രം സെലക്ട് ചെയ്ത ശേഷം ഇനി ഒരു 2 സ്റ്റെപ്പുള്ള ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്ത് ഫിനിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്സാക്റ്റ് ആ വിഷൻ കിട്ടാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഋഷികൾ എങ്ങനെ ചെയ്തു അത് ഇന്നത്തെ കാലത്ത് മാച്ച് ആവുന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, സോ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. 1 ജപയോഗ, 2 മന്ത്രയോഗ. രണ്ടും സെയിം അല്ലേ എന്ന് തോന്നാം. ജപയോഗ, മന്ത്രയോഗ രണ്ടും വേർഡിൽ സിമിലാരിറ്റി ഉണ്ടാവും, ബട്ട് ബോത്ത് ഓഫ് ദം ആർ ടോട്ടലി ഡിഫറെൻറ്റ്. ജപയോഗ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവതയുടെ, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒരു മന്ത്രം തിരഞ്ഞെടുത്ത് അതിനെ ഒരുപാട് വർഷങ്ങൾ കണ്ടിന്യൂസ്ലി ജപിച്ച് ആ ദേവതയുടെ ഊർജങ്ങൾ അനുഭവിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നതാണ് ജപയോഗ. ഒന്നുകൂടെ പറയാണ്, അവരുടെ ഊർജങ്ങൾ അനുഭവിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കുന്നതാണ് ജപയോഗ. ഭക്തി ഒരുപാടുണ്ടാവും, ഇമോഷൻസ് ഒരുപാടുണ്ടാവും. അവരെ നിങ്ങൾക്കൊരു ശരിക്കും മറ്റൊരു വ്യക്തി പോലെ, നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ പോലെ, നിങ്ങളുടെ ഒരു പാരൻറ്റിനെ പോലെ നിങ്ങൾക്ക് ഇമോഷണലി അനുഭവിക്കാനും അവരെ പെർസീവ് ചെയ്യാനും സാധിക്കും. ഒരു അനുഭവം അവിടെ എന്തായാലും ഉണ്ടാവും. പക്ഷേ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത വിഷൻ, ദർശനം, അത് കിട്ടണമെങ്കിൽ ഋഷികൾ ചെയ്ത ചെറിയൊരു എൻജിനീയറിങ് ചെയ്യണം. അതാണ് മന്ത്രയോഗ. ആൻഡ് ദാറ്റ് ഇസ് വൈ ഐ സെഡ് ബോത്ത് ഓഫ് ദം ആർ ടോട്ടലി ഡിഫറെൻറ്റ്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത മന്ത്രം ആദ്യം 12 വർഷം കഴിയുന്നതും മുടങ്ങാതെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ജപിച്ച് കംപ്ലീറ്റ് ചെയ്യുക. ഈ 12 വർഷം റാൻഡം ആയിട്ടുള്ള നമ്പർ അല്ല, അതൊരു സ്പെസിഫിക് സൈക്കിളാണ്. ശരീരത്തിൻ്റെയും പ്രാണിക് ബോഡിയുടെയും നമ്മുടെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ റിലേറ്റ് ആയിട്ടുള്ള, എസ്പെഷ്യലി സൺ സൈക്കിൾ എന്ന് പറയുന്ന ഒരു 12 ഇയർ സൈക്കിളാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. ഈ 12 വർഷത്തിൻ്റെ സൈക്കിൾ നിങ്ങൾ ഈ മന്ത്രം ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കണം ആദ്യം. ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ജപയോഗ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിങ്ങൾ ഫുള്ളായിട്ടും റൂട്ടായിട്ട് ഉണ്ടാവുക. മീൻസ് ആ ദേവതയുടെ എനർജി ഉണ്ടല്ലോ, നിങ്ങൾ ആദ്യമായിട്ട് പെർസീവ് ചെയ്യുക. ഋഷികൾ ആദ്യം എനർജി പെർസീവ് ചെയ്തില്ലേ, അതേപോലെ നിങ്ങൾ ആദ്യം പെർസീവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ജപയോഗ നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരു എനർജി അവരുടെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ ദെൻ മന്ത്രയോഗയിലേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും.
എന്താണ് മന്ത്രയോഗ? ഇറ്റ്സ് നോട്ട് ടു ഡിഫറെൻറ്റ് ഫ്രം ജപയോഗ. അതായത് നിങ്ങൾ തിരഞ്ഞെടുത്ത അതേ മന്ത്രം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ദേവതയുടെ രൂപം ഇമാജിൻ ചെയ്തുകൊണ്ട് ചാൻറ്റ് ചെയ്യണം. ഇപ്പോൾ ജപയോഗയിൽ അങ്ങനെയല്ല. ഒരു ജപമാല എടുക്കുന്നു, മന്ത്രത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു. രൂപങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഫോക്കസ് കൗണ്ടിലാണ്. ഇത്ര ജപം കംപ്ലീറ്റ് ചെയ്യുക, പുരുഷചരണം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ജപയോഗത്തിൽ എപ്പോഴും ഫോക്കസ് കൊടുക്കുക. അപ്പോൾ അവിടെ കൗണ്ടിൽ മാത്രം അത് ഒതുങ്ങിപ്പോവും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കൗണ്ടിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളത്. അത് അവിടെ മാത്രമായിട്ട് നിന്ന് പോവും. പക്ഷെ മന്ത്രയോഗയിലേക്ക് വരുമ്പോൾ കൗണ്ടിന് പകരം നിങ്ങൾ ജപിക്കുന്ന മന്ത്രത്തോടൊപ്പം ആ മന്ത്രത്തിന് മാച്ചിങ് ആയിട്ടുള്ള രൂപം. ഇപ്പോൾ ഓം മഹാദേവായ നമ എന്ന് പറഞ്ഞ് ശിവന്റെ രൂപം സങ്കല്പിക്കുമ്പോൾ അത് ഏത് രൂപം എന്ന് പലർക്കും അറിയില്ല. ഓം നമശിവായ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് രൂപമാണ് സങ്കല്പിക്കേണ്ടത്? ശിവന്റെ രൂപമാണോ? അതായത് ശിവന്റെ ആ ഒരു തൃശൂലത്തോടെ നിൽക്കുന്ന ജടാധാരിയായിട്ടുള്ള രൂപമാണോ? അല്ല, ശിവലിംഗ രൂപമാണ് നിങ്ങൾ നോക്കേണ്ടത്. ദാറ്റ് ഈസ് വൈ ഐ സെഡ് ഓരോ മന്ത്രത്തിനും ഓരോ ഫോം ഉണ്ട്. ആ ഫോം എന്താണെന്ന് പെർസീവ് ചെയ്തവർക്കേ ആ ഫോം എന്താണെന്ന് അറിയുള്ളൂ. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഒരു 60+ ഏജുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള 60-ന് മുകളിൽ ഏജുള്ള ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് മന്ത്രദീക്ഷ വാങ്ങുക. അവർക്കറിയാം, അവർക്ക് അനുഭവമുള്ള ആൾക്കാരാണ്. അതിന് താഴെ ഏജുള്ള ഒരാളോടും നിങ്ങൾ മന്ത്രദീക്ഷ എടുക്കരുത്. ജപയോഗ ഈസ് ഡിഫറെൻറ്റ്. പക്ഷെ ഒരു ബീജമന്ത്രം ദീക്ഷയായിട്ട് എടുക്കുകയാണെങ്കിൽ മസ്റ്റായിട്ടും 60-ന് മുകളിലുള്ള ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന് മാത്രം എടുക്കുക. താഴെയുള്ള ഒരാളെയും വിശ്വസിക്കരുത്. എല്ലാം ഒന്നില്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പരമ്പരയെ കണ്ണടച്ച് വിശ്വസിച്ച് ഒരു ഫേക്കായിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, അപ്പോൾ അതാ ഞാൻ പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്ത മന്ത്രത്തിൻ്റെ ഒരു രൂപമുണ്ടാവും. നിങ്ങൾ ആ 12 വർഷം ജപിച്ച മന്ത്രത്തിൻ്റെ ഒരു രൂപമുണ്ടാവും. ആ രൂപത്തെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് യോഗയിൽ പറയുന്ന സംയമ എന്ന് പറയും. അതിനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ആ മന്ത്രം ജപിക്കാൻ. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ കണ്ണടയ്ക്കുന്നു, ആ മന്ത്രം ചാൻറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു. ആ ചാൻറ്റിനൊപ്പം ആ മന്ത്രത്തിനെ റെഫർ ചെയ്യുന്ന ദേവതയുടെ രൂപം നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കണം. ഒരിക്കലും അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായാൻ പാടില്ല. തുടർച്ചയായി അത് ചെയ്യാൻ പറ്റണം. ഇപ്പം ഞാൻ പറഞ്ഞു ഓം നമശിവായ ആണെങ്കിൽ ശിവലിംഗം, അതിനെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് വിടാതെ അവിടെ തന്നെ നിർത്തി നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്യാൻ സാധിക്കണം. രൂപത്തെ ഒരിക്കലും മനസ്സിൽ നിന്ന് അകറ്റാൻ പാടില്ല. ഇതിനെയാണ് സംയമ എന്ന് പറയുക. ഇറ്റ്സ് എ യോഗ ടേം. ഈ പ്രോസസ്സ് ഒരു സ്പെസിഫിക് പീരിയഡ് നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോലെ ഇരിക്കും. ഒരു സർട്ടൻ ഡ്യൂറേഷൻ നിങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആ മന്ത്രവും അതിലെ എനർജിയും നിങ്ങൾ സങ്കല്പിക്കുന്ന ആ ഒരു സബ്ജക്റ്റ് ഉണ്ടല്ലോ, മീൻസ് ആ ഒരു വിഷ്വലൈസ് ചെയ്യുന്ന രൂപം ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ മേർജ് ആവും. അപ്പോഴാണ് ഫൈനലി ആ ദർശനം നിങ്ങൾക്ക് ലഭിക്കുക. ചിലപ്പോൾ അത് സ്വപ്നത്തിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മെൻ്റലി നിങ്ങളൊന്ന് പെർസീവ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ റെയർ സർക്കംസ്റ്റൻസിൽ നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മുറിയിൽ തന്നെ അതിനെ കാണാൻ സാധിക്കും. ഇതിനകത്ത് മുറിയിൽ അവർ അപ്പോയിൻമെൻ്റ് എടുത്ത് ദേവത വരുന്നു എന്നല്ല പറയുന്നത്. ജനറലി അങ്ങനെയാണ് കാണാറുള്ളത്. ഒരു പ്രൈവസിയിലാണ് അവർ വരിക. ആൻഡ് വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന നമ്മളിപ്പോൾ ഇന്ന് ഇൻ്റർനെറ്റിൽ കാണുന്ന പോലെ നിങ്ങളെ കൈപിടിച്ച് തൂക്കി നിങ്ങളെ എടുത്തുകൊണ്ട് എവിടെയോ പോയി ട്രിപ്പ് അടിപ്പിച്ചു, അല്ലെങ്കിൽ അവരെ നിങ്ങൾ പിടിച്ച് മടിയിലിരുത്തി, ഇങ്ങനെയൊന്നും നടക്കില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ആൻ എനർജി. യു ആർ പെർസീവിങ് ദ ഫോം. അതിനെ പൂർണ്ണമായിട്ടും നിങ്ങൾ ദർശിക്കും. ആ ദർശനത്തിലൂടെയാണ് നിങ്ങൾക്ക് എല്ലാ ട്രാൻസ്ഫോർമേഷനും സംഭവിക്കുന്നത്. നമ്മൾ ചരിത്രത്തിൽ വായിച്ച എല്ലാ മഹത്തായ വ്യക്തികളുണ്ട്, പൂന്താനം ഉൾപ്പെടെ. ആ ദർശനം കാരണമാണ് അവർക്ക് എൻലൈറ്റൻമെൻറ്റ് സംഭവിക്കുന്നത്. ഓക്കെ, അവരറിഞ്ഞോ അറിയാതെ ഈ പ്രോസസ്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നൗ നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലായി. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാൻ ഇപ്പോൾ ഒരുമാതിരി തുള്ളിച്ചാടി ഇരിക്കുന്നുണ്ടാവും. പക്ഷേ ഞാനൊരു കോഷൻ പറയാണ്. ഇത് പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കുന്നു എന്നുള്ളവരോട് മാത്രമല്ല, ഇത്ര നേരം വീഡിയോ കണ്ടവരോട്, എല്ലാ സത്യസന്ധരായ ഭക്തരോടും പറയുന്ന ഒരു എമർജൻസി മെസ്സേജാണ്. ഇന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റിൽ പലതരത്തിൽ നമ്മുടെ ഇഷ്ടദേവതകളെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ ശിവനോ മുരുകനോ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. എല്ലാ മൂർത്തികളെയും എല്ലാ ദേവതകളെയും പലരും വന്ന് ചൂഷണം ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ അവരെ സ്വപ്നത്തിൽ കണ്ടു, എന്നെ അവർ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി, എനിക്കവർ ഇന്നതൊക്കെ ചെയ്തു തന്നു എന്ന് ആരൊക്കെയോ, അല്ലേ, നമ്മൾക്ക് ആരാന്ന് പോലും അറിയാത്ത അജ്ഞാതരായിട്ടുള്ള ആൾക്കാർ വന്ന് ഒരു വീഡിയോയിൽ വരുന്നു, എന്തൊക്കെയോ പറയുന്നു, അല്ലെങ്കിൽ അവരൊരു വീഡിയോ ചെയ്യുന്നു, കണ്ണടച്ച് വിശ്വസിക്കുന്നു. ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടദേവതയെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത്. ബിക്കോസ് ഞാൻ ഇപ്പോൾ റെഫർ ചെയ്ത പോലെ തന്നെ ഈ ഇഷ്ടദേവത എന്ന് പറയുന്നത് ടോട്ടലി പേഴ്സണലാണ്.
ഒരിക്കലും ഒരു ദേവത, ഈവൻ തോ ജനറലി അവർക്കൊരു ഈക്വൽ ക്വാളിറ്റി ഉണ്ടെങ്കിൽ പോലും നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത് അങ്ങനെ മറ്റൊരു വ്യക്തിയോട് ഒരിക്കലും പെരുമാറില്ല. ഓരോരുത്തരോടും പെരുമാറുന്ന രീതി ഓരോ ദേവതയ്ക്കും സ്പെസിഫിക് ആയിരിക്കും. അങ്ങനെ ഇരിക്കെ ഓരോരുത്തരും വന്ന് ഇങ്ങനെ ഓരോ ക്ലെയിംസ് പറയുമ്പോൾ നമ്മൾക്കറിയില്ല അവർക്ക് എന്ത് മെൻ്റൽ ഇൽനെസ് ആണ്, അവർക്ക് എന്ത് മെൻ്റൽ ഇൻസ്റ്റബിലിറ്റിയാണ്, അവർക്ക് എന്ത് ഹാലൂസിനേഷനാണ്. വി ഡോണ്ട് നോ. നമ്മൾക്കറിയില്ല സത്യം എന്താണെന്ന് നമ്മൾക്കറിയില്ല. അതാണ് യാഥാർത്ഥ്യം. അത് ശരിയാണെന്നും പറയാൻ പറ്റില്ല, തെറ്റാണെന്നും പറയാൻ പറ്റില്ല. അപ്പം അതിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരുപാട് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും സ്വപ്നത്തിൽ പല ദേവതകളെയും കാണും. ഇനി ഇതൊന്നും വേണ്ട, നിങ്ങൾ ആ ദേവതയോട് ഒരുമാതിരി ആഗ്രഹം, ഒരു ഇഷ്ടം ഡെവലപ്പായി കഴിഞ്ഞാൽ നിങ്ങളും അറിയാതെ സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രോസസ്സിങ് സംഭവിച്ച് നിങ്ങൾക്കും സ്വപ്നത്തിൽ ഇത്തരം ദേവതകളെ കാണാൻ പറ്റും. ഇവിടെ വരുന്ന ചോദ്യം, നിങ്ങൾക്ക് മനസ്സിൻ്റെ ഈ ഫേക്ക് വിഷൻ മതിയോ, അതോ ശരിക്കും ഇഷ്ടദേവതയുടെ വിഷൻ തന്നെ വേണോ? ഇത് നിങ്ങൾക്കുള്ള ചോയ്സാണ്. ഞാൻ പല സമയത്തും ഇത്തരം കാര്യങ്ങൾ ഇവിടെ പറയുമ്പോൾ ഒരുപാട് പേര് ദേഷ്യപ്പെടുന്നതും ട്രിഗർ ആവുന്നതും കമൻസിൽ ഓരോന്ന് പറയാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ ഇത്ര ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് ഫേക്കായിട്ടുള്ള ഇത്തരം വീഡിയോ കണ്ട് ട്രിഗറായിട്ട് അവരെ വിശ്വസിച്ചുള്ള ഒരു ഭക്തി മതിയോ, അതോ അവരുടെ പിന്നാലെ ഓടുന്ന ബിസിനസ് മതിയോ, അതോ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഇല്യൂഷൻ മതിയോ? ഇതാണോ നിങ്ങളുടെ യഥാർത്ഥ ഭക്തി? അതോ സത്യസന്ധമായിട്ട് കൃത്യമായിട്ട് ആ മഹാ ഋഷികൾ തന്നെ ഉപയോഗിച്ച പ്രോസസ്സ് ഉപയോഗിച്ച് നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യണം? ഋഷികൾക്ക് അത് ലഭിക്കാൻ ഒരുപാട് സമയമെടുത്തു. അപ്പോഴാണോ ഈ സാധാ മനുഷ്യന്മാർ ചുമ്മാ എന്തൊക്കെയോ ചെയ്ത് എന്തൊക്കെയോ അവരെ കൈപിടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന ക്ലെയിംസ് സംഭവിക്കുന്നത്? ലോജിക്കലി ചിന്തിക്കുക. ഓക്കെ, എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ ഇഷ്ടദേവത പേഴ്സണലാണ്, നിങ്ങളുടെ മാത്രം ബിസിനസ്സാണ്, നിങ്ങളുടെ മാത്രം കാര്യമാണ്. അതെങ്ങനെ ചെയ്യണം, എന്ത് സംഭവിക്കും ഡിസൈഡ് ചെയ്യാനുള്ള അധികാരം ലോകത്തിലെ ഒരു മനുഷ്യനുമില്ല, പ്രത്യേകിച്ച് ആ ദേവതയ്ക്ക് പോലും ഇല്ല. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ അഫെയറാണ്, നിങ്ങൾക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് ഇല്യൂഷനായിട്ട് മാറരുത്. സാങ്കല്പിക ലോകത്ത് പോയി പെട്ട് അതിനെ ഇല്ലാതാക്കരുത്. അവരോടുള്ളൊരു ഇഷ്ടം നിങ്ങൾ അകറ്റിക്കൊണ്ടുവരരുത്. ഓക്കെ, സോ ഓൾവേസ് റിമെമ്പർ, ദേവത ഈസ് റിയൽ. പക്ഷെ ദേവതയുടെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടല്ലോ, അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന കുറേ പ്രസിഡന്റ് സെക്രട്ടറികൾ ഇന്ന് ലോകത്തുണ്ടല്ലോ, അവർ റിയൽ അല്ല.